ഗുഡ് മോർണിംഗ് എവരിവൺ. ഐ എം ഡോക്ടർ ആതിര ഫ്രം പ്രാണ ഹോമിയോപ്പതി. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മുടെ പ്രഗ്നൻസി ടൈമിൽ ഉണ്ടാകുന്ന അനീമിയെ പറ്റിയാണ്. അനീമിയ അല്ലെങ്കിൽ രക്തക്കുറവിനെ പറ്റിയാണ്. അപ്പോൾ അനീമിയ എന്ന് പറയുന്ന കണ്ടീഷൻ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും അറിയാം. അനീമിയ എന്ന് പറയുന്നത് നമ്മുടെ ബ്ലഡിൽ ഹീമോഗ്ലോബിൻ കണ്ടന്റ് പറയുന്ന അവസ്ഥയാണ്. പ്രഗ്നൻസിയിൽ അനീമിയ ഉണ്ടാകാൻ എന്തായിരിക്കും റീസൺ? പ്രഗ്നൻസി സമയത്ത് നമ്മുടെ ബ്ലഡ് വോളിയം കൂടുതലായിരിക്കും. അപ്പോൾ ഹീമോ ഡയലൂഷൻ എന്ന പ്രക്രിയ നടക്കുന്നതുകൊണ്ടാണ് പ്രഗ്നൻസി ടൈമിൽ നമുക്ക് അനീമിയ ഉണ്ടാകാനുള്ള ചാൻസ് അല്ലെങ്കിൽ രക്തക്കുറവ്. അപ്പോൾ നമ്മൾ ഹീമോഗ്ലോബിൻ നോക്കുമ്പോൾ അവിടെ ഒരു 11 ഗ്രാമിന് താഴെയാണെങ്കിൽ അതൊരു മോഡറേറ്റ് അനീമിയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് രക്തക്കുറവുണ്ടെന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാം. പക്ഷേ അതൊരു 7 ഗ്രാമിന് താഴെയാണെന്നുണ്ടെങ്കിൽ അതൊരു സിവിയർ അനീമിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കണ്ടീഷനിൽ ചിലപ്പോൾ സിംറ്റംസ് ഒക്കെ ഉണ്ടാകാം, ലൈക്ക് ബ്രീത്തിങ് ഡിഫിക്കൽറ്റി. അതുപോലെ തന്നെ ചില കേസസിൽ ഈവൻ നമുക്ക് ഹാർട്ട് കംപ്ലയിൻസ് വരെ വരാനുള്ള ചാൻസ് ഉള്ള ടൈപ്പാണ് ഒരു സിവിയർ അനീമിയ എന്ന് പറയുന്നത്. അതുപോലെ പ്രഗ്നൻസി ടൈമിൽ കോമൺ ആയിട്ട് ഉണ്ടാകുന്ന അനീമിയ എന്ന് പറഞ്ഞാൽ അയൺ ഡെഫിഷ്യൻസി അനീമിയ ആയിരിക്കും. ഈവൻ ചില പേഷ്യൻസിന് ഒരു ഹിമോളിറ്റിക് അനീമിയ ഒക്കെ ഉള്ള ഹിസ്റ്ററി ഉണ്ടെങ്കിൽ മാത്രമേ അങ്ങനെയുള്ള അനീമിയാസ് ഒക്കെ ഉണ്ടാവുള്ളൂ. നമ്മൾ കോമൺ ആയിട്ട് കണ്ടുവരുന്ന അയൺ ഡെഫിഷ്യൻസി അനീമിയ തന്നെയാണ്. അയൺ ഡെഫിഷ്യൻസി അനീമിയയിൽ നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് ആണ് കൊടുക്കുന്നത്. അതായത് നമ്മുടെ അനീമിയയുടെ സിവിയറിറ്റി അനുസരിച്ചായിരിക്കും നമ്മൾ അയൺ സപ്ലിമെൻറ്റ്സ് എങ്ങനെ എടുക്കണം എന്നുള്ളത് ഡോക്ടേഴ്സ് സജസ്റ്റ് ചെയ്യുന്നത്. 2 ടൈംസ് അല്ലെങ്കിൽ 3 ടൈംസ് ഇൻ ഡേ എന്നുള്ള രീതിയിൽ നമ്മൾ പ്രഗ്നൻസിയുടെ തുടക്കകാലം മുതലേ സിവിയറായിട്ട് അനീമിയ ഉള്ളവർക്ക് അയൺ സപ്ലിമെൻറ്റ്സ് കൊടുക്കേണ്ടി വരും. അതുപോലെ തന്നെ ഈ രക്തക്കുറവ് കൊണ്ട് നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായെന്ന് ചോദിച്ചാൽ കുട്ടിക്ക് പ്രോബ്ലം ഉണ്ടാകാനുള്ള ചാൻസസ് ഉണ്ട്. ലൈക്ക് കുട്ടിക്ക് വളർച്ചക്കുറവ്, അതുപോലെ അണുബാധം, അല്ലെങ്കിൽ ഒരു പ്രീ ടൈം ഡെലിവറി എന്നുള്ള രീതിയിലൊക്കെ പ്രോബ്ലംസ് ഉണ്ടാകാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ അനീമിയ ഉള്ള ആൾക്കാരാണെങ്കിൽ അവർക്ക് നമുക്ക് ഡയറ്റ് കൂടെയൊക്കെ ഒന്ന് ശ്രദ്ധിക്കണം. ലൈക്ക് ഒരു ഗ്രീൻ ലീഫി വെജിറ്റബിൾസും അതുപോലെ തന്നെ ഫ്രൂട്ട്സിലെ ആപ്പിൾ, പോംഗ്രനേറ്റ് അങ്ങനെയുള്ള ഗുവ അല്ലെങ്കിൽ നല്ല പ്രോട്ടീനും അതുപോലെ തന്നെ ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഡയറ്റ് കൂടി ശ്രദ്ധിക്കുന്നത് നല്ലതായിരിക്കും.